ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആകട്ടെ. ചിലപ്പോൾ മാർക്കറ്റിലായിരിക്കും ജോലി, ചിലപ്പോൾ നിങ്ങൾ ഒരു ക്ലീനിങ് സ്റ്റാഫായിരിക്കാം, അല്ലെങ്കിൽ തോട്ടത്തൊഴിലാളി ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു 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 ഹോട്ടലിലെ തൊഴിലാളി ആയിരിക്കാം, പാത്രം കഴുകുന്നവരായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ വലിയ ജോലിയായിരിക്കാം, വലിയ ഓഫീസിലെ വലിയ മാനേജറോ അതിന് മുകളിൽ വലിയ ഒക്കെ ആയിരിക്കാം. അപ്പോൾ കർത്താവ് പറയുന്നത് എന്ത് തന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യണം. അതിൽ ലുപ്ത് കാണിക്കരുത്, അലസത കാണിക്കരുത്. ജോലി ചെയ്യാതെ വേതനം പറ്റരുത്. അത് നമുക്ക് അങ്ങനെ നമ്മൾ ജോലി ചെയ്യാതെ നമ്മൾ വേതനം പറ്റിയത് വീട്ടിൽ കൊണ്ടുപോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് അനുഗ്രഹമായി മാറില്ല. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ ലിഖിതം, നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. മനുഷ്യർക്ക് വേണ്ടിയല്ല, എൻ്റെ ദൈവമാണ് എനിക്ക് ജോലി നൽകിയത്. എത്രയോ പേര് ജോലിയില്ലാതിരിക്കുന്നു, എത്രയോ പേര് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കർത്താവ് ഒരു നല്ല ജോലി നൽകി, നല്ല സ്ഥാപനം നൽകി, നല്ല കൃഷിസ്ഥലം നൽകി. അത് കൃഷിയാണെങ്കിൽ നല്ല ആത്മാർത്ഥതയോടെ കൃഷി ചെയ്യുക, ബിസിനസ്സാണെങ്കിൽ ആത്മാർത്ഥതയോടെ ബിസിനസ് ചെയ്യുക. ഇതെല്ലാം കർത്താവ് നമുക്ക് നൽകിയതാണ്. ഏത് മേഖലയിലാണെങ്കിലും വിശുദ്ധിയിലും കൃപയിലും ആ ജോലി നിങ്ങൾ ചെയ്യണം. അത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യണം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.